1971 ഡിസംബർ 24. ലോകം മുഴുവൻ ക്രിസ്മസിന്റെ മധുരം നുണയാൻ ഒരുങ്ങുന്ന ഒരു സന്ധ്യ. നഗരങ്ങളിൽ ആഘോഷത്തിന്റെ ആരവങ്ങൾ ഉയരുമ്പോൾ പെറുവിന്റെ തലസ്ഥാനമായ ലിമയിലെ വിമാനത്താവളത്തിൽ നിന്ന് ലാൻസ ഫ്ലൈറ്റ് 508 എന്ന വിമാനം ആമസോൺ മഴക്കാടുകളിലുള്ള പുക്കാൽപ്പ എന്ന നഗരം ലക്ഷ്യമാക്കി പറന്നുയർന്നു. 92 യാത്രക്കാർ ഉണ്ടായിരുന്ന ആ വിമാനത്തിനുള്ളിൽ 17 വയസ്സുകാരിയായ ജൂലിയൻ കോയിപ്കെ തൻ്റെ അമ്മയോടൊപ്പം പിതാവിനരികിലേക്ക് എത്താനുള്ള നിമിഷങ്ങൾ എണ്ണുകയായിരുന്നു. ഒരുമിച്ചുള്ള ക്രിസ്മസ് ആഘോഷവും പിതാവ് ഒരുക്കിവെച്ച സമ്മാനങ്ങളുമായിരുന്നു അവളുടെ കുഞ്ഞു മനസ്സിലെ വലിയ സ്വപ്നം. എന്നാൽ പുറത്ത് ശാന്തമായി കാണപ്പെട്ട ആകാശത്തിൻ്റെ മാറിലൊളിപ്പിച്ചു വെച്ച വിധിയുടെ കറുത്ത തിരക്കഥയെക്കുറിച്ച് ആ പാവം പെൺകുട്ടി അറിഞ്ഞിരുന്നില്ല. അതൊരു സാധാരണ യാത്രയുടെ അവസാനമായിരുന്നില്ല, മറിച്ച് ലോകം കേട്ട ഏറ്റവും വലിയ അതിജീവന കഥയുടെ തുടക്കമായിരുന്നു. 1954 ഒക്ടോബർ 10 പെറുവിൻ്റെ തലസ്ഥാനമായ ലിമയിലാണ് ജൂലിയൻ കോയിപ്കെ ജനിച്ചത്. പ്രശസ്തരായ ശാസ്ത്രജ്ഞരായിരുന്ന ജൂലിയന്റെ മാതാപിതാക്കൾ ജർമ്മനിയിൽ നിന്നുള്ളവരായിരുന്നു. അച്ഛൻ ഹാൻസ് വിൽഹം കോയിപ്കെ ഒരു ലോകപ്രശസ്തനായ ജന്തുശാസ്ത്രജ്ഞനും അമ്മ മരിയ കോയിപ്കെ പക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന ഒരു പ്രഗത്ഭയായ ഓർണിത്തോളജിസ്റ്റുമായിരുന്നു. ആമസോൺ മഴക്കാടുകളിലെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് പഠിക്കാനായി അവർ പെറുവിൽ ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവിനേക്കാൾ ഉപരിയായി കാടിൻ്റെയും പ്രകൃതിയുടെയും പാഠങ്ങൾ കേട്ടാണ് ജൂലിയൻ വളർന്നത്. വിമാനം പറന്നുയർന്ന് ഏകദേശം അരമണിക്കൂർ പിന്നിട്ടു. പുക്കാൽപ്പയിലെത്തി പിതാവിനോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ആവേശത്തിലായിരുന്നു ജൂലിയൻ. പെട്ടെന്നാണ് ആ ദുരന്തം സംഭവിച്ചത്. ആമസോൺ മഴക്കാടുകൾക്ക് മുകളിൽ 10,000 അടി ഉയരത്തിൽ വെച്ച് ലാൻസ ഫ്ലൈറ്റ് 508 എന്ന ആ വിമാനം ഭീമാകാരമായ ഒരു ഇടിമിന്നൽ മേഘത്തിലേക്ക് പ്രവേശിച്ചു. വിമാനം ഒരു കളിപ്പാട്ടം പോലെ വിറച്ചു. ചെവി തുളക്കുന്ന ശബ്ദത്തോടെ ആകാശം പിളർന്നു. ഒരു തീഗോളം വിമാനത്തിന്റെ ചിറകിൽ വന്നിടിച്ചു. നിമിഷങ്ങൾക്കകം പ്രതീക്ഷയുടെ ആ വാഹനം ആകാശത്ത് വെച്ച് കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചു. യാത്രക്കാരുടെ നിലവിളികൾ കാറ്റിന്റെ ഗർജനത്തിൽ അലിഞ്ഞില്ലാതായി. സീറ്റ് ബെൽറ്റിൽ കുടുങ്ങിക്കിടന്ന ജൂലിയൻ വിമാനത്തിന്റെ ഒരു ഭാഗത്തോടൊപ്പം താഴേക്ക് പതിച്ചു. 2 മൈലിലധികം ഉയരത്തിൽ നിന്നുള്ള ആ വീഴ്ചയിൽ കാറ്റും മഴയും അവളുടെ ബോധത്തെ കെടുത്തിക്കളഞ്ഞു. കണ്ണു തുറക്കുമ്പോൾ ജൂലിയൻ കണ്ടത് മരത്തലപ്പുകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന സൂര്യരശ്മികളെയാണ്. അവൾ ജീവനോടെയുണ്ടായിരുന്നു. പക്ഷേ എവിടെ? ഭീമാകാരമായ മരങ്ങളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ അപരിചിതമായ ശബ്ദങ്ങൾ മുഴങ്ങുന്ന ഒരു ലോകം. പെറുവിയൻ ആമസോൺ, ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട്. അവളുടെ തോളെല്ല് പൊട്ടിയിരുന്നു. ശരീരമാസകലം ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു. ഒരു കണ്ണിൻ്റെ കാഴ്ച മങ്ങിയിരുന്നു. ഒറ്റപ്പെടലിൻ്റെയും ഭീകരമായ വേദന. അമ്മയെവിടെ? വിമാനത്തിലെ മറ്റുള്ളവർക്ക് എന്തു പറ്റി? ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലായിരുന്നു. ചുറ്റും നിശബ്ദത മാത്രം. എന്നാൽ ആ ഞെട്ടലിലും തളർന്നിരിക്കാൻ ജൂലിയൻ തയ്യാറായിരുന്നില്ല. ഒരു ജന്തുശാസ്ത്രജ്ഞനായിരുന്ന അവളുടെ അച്ഛൻ പകർന്നു നൽകിയ അറിവുകൾ അവളുടെ മനസ്സിൽ ഒരു മിന്നൽ പോലെ തെളിഞ്ഞു. അതായിരുന്നു ആ ഘോരവനത്തിലെ അവളുടെ ഏക ആയുധം. കാട്ടിൽ വഴിതെറ്റിയാൽ വെള്ളമൊഴുകുന്ന ദിശ കണ്ടെത്തുക. ഒരു ചെറിയ അരുവി വലിയ പുഴയിലേക്കും ആ പുഴ മനുഷ്യവാസമുള്ള ഗ്രാമത്തിലേക്കും നിന്നെ എത്തിക്കും. അച്ഛൻ്റെ ഈ വാക്കുകളായിരുന്നു അവളുടെ വഴികാട്ടി. കയ്യിൽ കിട്ടിയ ഒരു ചെരിപ്പ് മാത്രം ധരിച്ച് അവൾ ഒരു അരുവി കണ്ടെത്തി. അതിലൂടെ നടക്കാൻ തുടങ്ങി. പകൽ സമയങ്ങളിൽ വിഷപ്പാമ്പുകളെയും ചിലന്തികളെയും ഭയന്ന് രാത്രിയിൽ കൊടും തണുപ്പും വന്യമൃഗങ്ങളുടെ ശബ്ദങ്ങളും സഹിച്ചവൾ മുന്നോട്ട് നീങ്ങി. മുറിവുകളിൽ പ്രാണികൾ മുട്ടയിട്ടു. അവ വിരിഞ്ഞുണ്ടായ പുഴുക്കൾ അവളുടെ മാംസം കാർന്നു തിന്നാൻ തുടങ്ങി. വേദന അസഹനീയമായിരുന്നു. എന്നിട്ടും അവൾ നടന്നുകൊണ്ടേയിരുന്നു. യാത്രയുടെ 10ാം ദിവസം അവൾ ഒരു ചെറിയ ബോട്ട് കണ്ടു. അത് അവളുടെ മനസ്സിൽ പ്രതീക്ഷയുടെ ആദ്യ കിരണം വിതറി. മനുഷ്യർ അടുത്തു തന്നെയുണ്ടെന്ന് അവൾ ഉറപ്പിച്ചു. ആ പ്രതീക്ഷയിൽ അവൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ മരം വെട്ടുകാരുടെ ഒരു ചെറിയ ഷെഡ് അവളുടെ കണ്ണിൽ പെട്ടു. ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഒരു കന്നാസ് പെട്രോൾ ഉപയോഗിച്ച് അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തതുപോലെ അവൾ തൻ്റെ മുറിവിലെ 35ഓളം പുഴുക്കളെ പുറത്തെടുത്തു. അടുത്ത ദിവസം അവളെ കണ്ടെത്തിയ മരം വെട്ടുകാർ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. കാടിൻ്റെ ദേവതയാണെന്ന് അവർ ഒരു വേള ഭയന്നു.
പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കിയ അവർ അവൾക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുകയും 7 മണിക്കൂറിലധികം ബോട്ടിൽ യാത്ര ചെയ്ത് അടുത്തുള്ള ഗ്രാമത്തിൽ എത്തിക്കുകയും ചെയ്തു. മരം വെട്ടുകാർ അവളെ കണ്ടെത്തുമ്പോൾ ജൂലിയൻ മാനസികമായും ശാരീരികമായും തകർന്നിരുന്നു. ദിവസങ്ങൾ നീണ്ട ആശുപത്രിവാസത്തിനു ശേഷം അവൾ തൻ്റെ പിതാവായ ഹാൻസ് വിൽഹം കോയ്പ്കെയുമായി വീണ്ടും ഒന്നിച്ചു. ആ കൂടിച്ചേരൽ അങ്ങേയറ്റം വൈകാരികമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ദുരന്തത്തിൽ നഷ്ടപ്പെട്ട ഒരച്ഛനും കൺമുന്നിൽ അമ്മയുടെ ജീവൻ പൊലിഞ്ഞതിന് സാക്ഷിയാകേണ്ടി വന്ന ഒരു മകളും പരസ്പരം ആശ്വസിപ്പിച്ചു. ലാൻസ ഫ്ലൈറ്റ് 508 വിമാനത്തിലെ 92 യാത്രക്കാരിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഏക വ്യക്തിയായിരുന്നു ജൂലിയൻ കോയ്പ്കെ. ആ ദുരന്തത്തിൻ്റെ ഭീകരമായ ഓർമ്മകൾ വേട്ടയാടിയിരുന്നെങ്കിലും അവൾ തളരാതെ തൻ്റെ ശാസ്ത്രജ്ഞരായ മാതാപിതാക്കളുടെ പാത പിന്തുടരാൻ തീരുമാനിച്ചു. ജർമ്മനിയിൽ തിരിച്ചെത്തി ബയോളജിയിൽ ബിരുദവും വവ്വാലുകളെക്കുറിച്ചുള്ള പഠനത്തിൽ ഡോക്ടറേറ്റും നേടിയ അവർ ഇന്ന് ലോകം അറിയുന്ന ഒരു സസ്തനി ശാസ്ത്രജ്ഞയാണ്. വർഷങ്ങളോളം ആ ദുരന്തത്തെക്കുറിച്ച് മൗനം പാലിച്ചെങ്കിലും തന്നെ മരണത്തിൻ്റെ വക്കിലെത്തിച്ച ആമസോൺ കാടിനോടുള്ള ആത്മബന്ധം അവളെ അവിടേക്ക് തന്നെ തിരിച്ചു വിളിച്ചു. മാതാപിതാക്കൾ സ്ഥാപിച്ച പിൻഗ്വാന എന്ന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് ആ കാടിൻ്റെ സംരക്ഷകയായി അവൾ മാറി. പിന്നീട് വെർണർ ഹെർസോഗിൻ്റെ വിങ്സ് ഓഫ് ഹോപ്പ് എന്ന ഡോക്യുമെൻ്ററിയിലൂടെയും വെൻ ഐ ഫെൽ ഫ്രം ദ സ്കൈ എന്ന ആത്മകഥയിലൂടെയും അവൾ തൻ്റെ അവിശ്വസനീയമായ കഥ ലോകത്തോട് പങ്കുവച്ചു. ഇന്ന് ഡോക്ടർ ജൂലിയൻ ഡില്ലർ എന്ന പേരിൽ ജർമ്മനിയിൽ ജീവിക്കുമ്പോഴും തൻ്റെ ഹൃദയം പെറുവിലെ മഴക്കാടുകൾക്കായി സമർപ്പിച്ചുകൊണ്ട് പ്രതിസന്ധികളെ അതിജീവനത്തിൻ്റെ ഊർജമാക്കി മാറ്റാമെന്ന മഹത്തായ സന്ദേശം നൽകുന്ന ലോകത്തിന് ലഭിച്ച ഒരു ജീവിക്കുന്ന പ്രചോദനമായി അവർ നിലകൊള്ളുന്നു.